iPlus Training Solutionsന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LSGD നടത്താനിരിക്കുന്ന ട്രേസർ എക്സാമിന്റെ ഡേറ്റ് PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൺഫർമേഷന്റെ ലാസ്റ്റ് ഡേറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ എക്സാമിന് വേണ്ടിയിട്ടുള്ള സിലബസ് അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ തന്നെ നമുക്ക് ആ എക്സാമിന്റെ ഡേറ്റ് ഒന്ന് നോക്കാം. 17-ാം തീയതിയിലേക്കാണ് എക്സാം നടത്താനായിട്ട് PSC ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. 17/8/2026 ഇതാണ് എക്സാം ഡേറ്റ് എന്ന് പറയുന്നത്. കൺഫർമേഷന്റെ ലാസ്റ്റ് ഡേറ്റ് അടുത്ത മാസം 11-ാം തീയതിയാണ്. 11/6/2026 കൺഫർമേഷൻ വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ്. കാറ്റഗറി നമ്പറും കൂടെ നോക്കാം. ഈ എക്സാമിന്റെ കാറ്റഗറി നമ്പർ 633/2025 ആണ്. അപ്പം നമുക്ക് മുന്നിൽ ഇനി 2 മാസമുണ്ട്. അപ്പം ആ എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് സിലബസ് ഒക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയിട്ട് എങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചിട്ട് ടോപ്പിക്സ് എങ്ങനെ സെലക്ട് ചെയ്യാമെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ സിലബസ്. ഓക്കെ, ആദ്യം തന്നെ ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണ് കൊടുത്തേക്കുന്നത്. നമ്മുടെ ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, അതുപോലെ തന്നെ ഓട്ടോകാഡ്, അതുപോലെ ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേറ്റിംഗ്, ഇങ്ങനെ 3 മൊഡ്യൂളിലായിട്ട് ഏകദേശം 28 മാർക്കാണ് വെയിറ്റേജ് ആണ് PSC സിലബസിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ മൊഡ്യൂളായിട്ട് തന്നെ കൊടുത്തേക്കുന്നത് ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണ്. അതിനകത്ത് നമ്മുടെ ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്, യൂസസ്, ലേ ഔട്ട്, അതുപോലെ കോണിക് സെക്ഷൻ, പ്രൊജക്ഷൻസ്, ഇതൊക്കെയാണ് വരുന്നത്. 8 മാർക്കിനാണ് ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ മൊഡ്യൂളിൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ ആണ് കൊടുത്തേക്കുന്നത്. കൂടുതലും ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ പോർഷൻ ആണ് വന്നിരിക്കുന്നത്. 12 മാർക്കിനാണ് ബിൽഡിംഗ് മെറ്റീരിയൽസ് വന്നിരിക്കുന്നത്. അതിനകത്ത് എല്ലാം ഉണ്ട്. നമ്മുടെ ബിൽഡിംഗ് സ്റ്റോൺ ഉണ്ട്, അതുപോലെ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് ഉണ്ട്, ബ്രിക്ക്, ലൈം, ടിമ്പർ, ടൈൽസ്, സാൻഡ്, അതുപോലെ അഡ്മിക്സ്ചേഴ്സ്, ഫെറസ് മെറ്റൽസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽസ്, പ്രൊട്ടക്റ്റീവ് മെറ്റീരിയൽസ്. ഇത്രയാണ് 12 മാർക്കിന് ബിൽഡിംഗ് മെറ്റീരിയൽസിൽ കൊടുത്തിട്ടുള്ളത്. മൂന്നാമത്തെ മൊഡ്യൂളായിട്ട് കൊടുത്തിരിക്കുന്നത് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആണ്. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ 20 മാർക്കാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ബിൽഡിംഗ് കൺസ്ട്രക്ഷനകത്ത് നമുക്ക് ബിൽഡിംഗ് കൺസ്ട്രക്ഷന്റെ ടോപ്പിക്കുകളുടെ കൂടെ തന്നെ നമുക്ക് RCCയുടെയും അതുപോലെ തന്നെ സ്റ്റീലിന്റെയും പോർഷൻസും കൂടെ നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, RCCയിൽ ഏതൊക്കെയാണ് കൊടുത്തേക്കുന്നത്? ഫോം വർക്ക്, ബെൻഡിങ് ഓഫ് ബാർ ആൻഡ് കൺസ്ട്രക്ഷൻ, അതായത് BAS കോഡിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. RCC ലിൻഡൽ, കോളം, സ്ലാബ്, ബീം, ഫൂട്ടിങ്, അതുപോലെ സ്ലം ടെസ്റ്റ്, ഇതൊക്കെ നമ്മുടെ RCCയുടെ ടോപ്പിക്കിനകത്ത് വരുന്നുണ്ട്. അതുപോലെ സ്റ്റീൽ സ്ട്രക്ചേഴ്സിനകത്ത് നമ്മുടെ ടെൻഷൻ ആൻഡ് കംപ്രഷൻ മെമ്പേഴ്സ്, അതുപോലെ റിവറ്റ് ആൻഡ് വെൽഡഡ് ജോയിന്റ്സ്, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ബിൽഡിംഗ് കൺസ്ട്രക്ഷനകത്ത് ഏതൊക്കെയാണ്? കോമ്പോസിറ്റ് മേസണറി, ബ്രിക്ക് മേസണറി, അതുപോലെ തന്നെ ഡോറ്, വിൻഡോ, റൂഫ്, ഫ്ലോറിങ്, അങ്ങനെ ജനറൽ ആയിട്ടുള്ള ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ പൊതുവെ കണ്ടുവരുന്ന എല്ലാ ടോപ്പിക്കുകളും വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് 20 മാർക്ക്. അപ്പം ഇവിടെയും നോക്കുവാണെങ്കിൽ ഈ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ ഒരുമിച്ച് പഠിക്കുവാണെങ്കിൽ നമുക്ക് ഏതാണ്ട് ഒരു 32 മാർക്കോളം നമുക്ക് ഇവിടുന്ന് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അടുത്ത മൊഡ്യൂളായിട്ട് മൊഡ്യൂൾ 4 ആയിട്ട് കൊടുത്തേക്കുന്നത് ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേറ്റിംഗ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് ബിൽഡിംഗ് റൂൾസ് ആൻഡ് ബൈലോസും, അതുപോലെ വാല്യുവേഷനും, നമ്മുടെ ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ്, അങ്ങനെയുള്ള ടോപ്പിക്കുകളെല്ലാം ആണ് വന്നിരിക്കുന്നത്. കുറച്ച് അത്യാവശ്യം നമുക്ക് 1-2 വട്ടം വായിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് ടോപ്പിക്കുകളാണ്. 12 മാർക്കാണ് ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷനിൽ ചോദിച്ചേക്കുന്നത്. അപ്പം അടുത്തത് മൊഡ്യൂൾ 5 ആണ് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ്. ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് 6 മാർക്കാണ് വെയിറ്റേജ് കൊടുത്തേക്കുന്നത്. ഇറിഗേഷൻ എഞ്ചിനീയറിംഗിനകത്ത് ഹൈഡ്രോളജി ടോപ്പിക്സ് ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ വളരെ കുറച്ച് ടോപ്പിക്സ് മാത്രമേ ഉള്ളൂ. ഇറിഗേഷനകത്ത് ടേംസ്, അതുപോലെ ക്രോപ്സിന്റെ വാട്ടർ റിക്വയർമെന്റ്, വിയർ, ബാരേജ് ഒക്കെയാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട്സ് ആൻഡ് ടർബൈൻസ് എന്ന് പറയുന്ന ടോപ്പിക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. മൊഡ്യൂൾ 6 ആയിട്ട് കൊടുത്തേക്കുന്നതാണ് സർവേയിങ്. 14 മാർക്കിനാണ് ചോദിച്ചേക്കുന്നത്. അതിനകത്ത് നമ്മുടെ ജനറലി വരുന്ന ചെയിൻ സർവേയിങ്, പ്ലെയിൻ ടേബിൾ സർവേയിങ്, തിയോഡലൈറ്റ് സർവേയിങ്, പിന്നെ കോമ്പസ് സർവേയിങ്, ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ അഡ്വാൻസ് സർവേയിങ്ങിൽ നിന്നും ടോട്ടൽ സ്റ്റേഷനും GPS ഒക്കെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ് നമ്മുടെ ഏരിയ ആൻഡ് വോളിയം കാൽക്കുലേഷൻ ടോപ്പിക്കും പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് 14 മാർക്കിനാണ് സർവേയിങ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത മൊഡ്യൂൾ 7 ആയിട്ട് ഓട്ടോകാഡ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ
ഓട്ടോക്യാഡും എന്താണ് ബൈലോസും പിന്നെന്താണ് നമ്മുടെ ഡ്രോയിങ്ങും ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു 28 മാർക്ക് സ്കോർ ചെയ്യാനുള്ള അത്രയും ടോപ്പിക്സ് ചോദിച്ചിട്ടുണ്ട്. ഈ ഓട്ടോക്യാഡിനകത്തും ജനറലായിട്ട് നമ്മുടെ ഷോർട്ട് കട്ട് കീസ് ജനറലി കണ്ടുവരുന്ന PVIQs ചെയ്താൽ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഓട്ടോക്യാഡിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. കുറച്ച് സമയം കൊടുത്താൽ തന്നെ നമുക്ക് കുറച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഓട്ടോക്യാഡ്. 8 മാർക്കിനാണ് സിലബസ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു മൊഡ്യൂൾ ഉണ്ട്, മൊഡ്യൂൾ 8 യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ആൻഡ് അപ്ലൈഡ് മെക്കാനിക്സ്. അതായത് മെക്കാനിക്സിന്റെ ഒക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. വർക്ക്, പവർ, എനർജി, സിമ്പിൾ സ്ട്രെസ്, സ്ട്രെയിൻ, പിന്നെന്താണ് നമ്മുടെ യൂണിറ്റ് ഓഫ് മെഷർമെന്റിൽ നിന്നുള്ള സിമ്പിൾ ട്രിഗ്നോമെട്രി, മെൻസുറേഷൻ, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് 6 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. ഈ മൊഡ്യൂൾ ആരും കാണാതെ പോരുത്. പിന്നെ അടുത്താണ് മൊഡ്യൂൾ 9 ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ആണ്. ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ നമ്മുടെ റോഡ്, റെയിൽവേ, അതുപോലെ തന്നെ ബ്രിഡ്ജസ്, ഇത്രയും ടോപ്പിക്കാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് 8 മാർക്കിനാണ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിന്റെ സിലബസ് വന്നിരിക്കുന്നത്. 10ാമത്തെ മൊഡ്യൂളായിട്ട് പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ ആണ്. 6 മാർക്കിനാണ് ചോദിച്ചേക്കുന്നത്. അതിലും വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് വന്നിരിക്കുന്നത്. ഡിസ്ട്രിബ്യൂഷൻ, വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, അതുപോലെ തന്നെ കൺവെയൻസ് സിസ്റ്റം, സീവർ അപ്പർട്ടനൻസ്, സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, പൈപ്പ് ആൻഡ് പൈപ്പ് ജോയിൻസ് ഒക്കെ വളരെ കുറച്ച് പോർഷൻസ് മാത്രമേ നമുക്ക് പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷനിൽ നിന്ന് വന്നിട്ടുള്ളൂ. ഓവർസിയർ ഗ്രേഡ് 1 ഒക്കെ സിലബസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ ഒക്കെ കമ്പയർ ചെയ്യുവാണെങ്കിൽ വളരെ കുറച്ച് സിലബസ് ആണ് നമുക്ക് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു 6 മാർക്കിന് ഇതിലേക്ക് വേണ്ടി പഠിക്കാനും വളരെ എളുപ്പമായിരിക്കും. അങ്ങനെ ഇത്രയും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇത്രയും സിലബസിന് വേണ്ടിയിട്ട് കൊടുത്തേക്കുന്നത്. ഇതിൽ നമുക്ക് സർവേയിങ്ങിന് 14 മാർക്കുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേറ്റിംഗ്, ഓട്ടോക്യാഡ്, അതുപോലെ ബിൽഡിംഗ് ഡ്രോയിങ്, ഇത്രയും കൂടെ ചേർത്തിട്ട് ഒരു 32 മാർക്കിന് സിലബസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബിൽഡിംഗ് മെറ്റീരിയൽ ആൻഡ് കൺസ്ട്രക്ഷൻ, ആ ബിൽഡിംഗ് കൺസ്ട്രക്ഷനകത്ത് RCCയും സ്റ്റീലും കൂടെ ചേർത്തിട്ട് നമുക്കൊരു 32 മാർക്കാണ് സിലബസിൽ പറഞ്ഞേക്കുന്നത്. അപ്പം ഇത്രയും വെയിറ്റേജ് കൂടിയ ടോപ്പിക്കുകൾ ആദ്യം നോക്കി കൂടുതൽ സമയം ചെലവഴിച്ച് കൂടുതൽ PYQs ചെയ്ത് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം വളരെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നിങ്ങളുടെ കൺഫർമേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ജൂൺ 11-ാം തീയതിയാണ്. അപ്പോൾ കൺഫർമേഷൻ കൊടുക്കാൻ ഒരിക്കലും മറക്കരുത്. പിന്നെ ലാസ്റ്റ് ഡേറ്റ് വരെ കൺഫർമേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. നന്നായി പഠിക്കാൻ പറ്റട്ടെ. താങ്ക് യു.